തണ്ണീർമത്തൻ്റെ കഥ അത് ഞാൻ കേട്ടിട്ട് ഒരുപാട് ചിരിച്ചു അത് കേട്ടിട്ട്. അപ്പോൾ ഫസ്റ്റ് പറയുന്ന സമയത്ത് വിനീത് ശ്രീനിവാസൻ ഉണ്ടായിരുന്നില്ല, ഫുൾ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് ഇങ്ങനെ കമേഴ്ഷ്യലി നമുക്ക് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ജോമോൻ വിനീതിനെ വിളിച്ച് ചോദിച്ചൊരു 8 ദിവസം 10 ദിവസം വരാൻ പറ്റും ചോദിച്ചു. വിനീത് കഥയൊന്നും കേട്ടില്ല, വരാം ജോമോൻ വിളിച്ചതിൻ്റെ പേരിൽ വരാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ഇൻവെസ്റ്റർ വരുന്നത് ആ പടത്തിന്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ക്രിപ്റ്റ് നോക്കാറില്ല, ഞാൻ ആ ഫുട്ടേജിൽ നിന്ന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിന് എന്ത് നമ്മുടെ കഥയിലേക്ക് വേണ്ട എന്ത് ഇതുള്ളത്. ചിലപ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ളതിനൊക്കെ നല്ല ഓപ്ഷൻസ് ആ ഫുട്ടേജിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒന്നും പ്ലാൻഡായിട്ട് വന്നതല്ല ഒരു കാര്യം. ഇപ്പോൾ കമ്പ്യൂട്ടർ അറിയാത്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അനിമേഷൻ പഠിക്കുമ്പോൾ ഇപ്പോൾ അവൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ അവന് ഇതെല്ലാം അറിയുമായിരുന്നു. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ സിസ്റ്റം ഇത്രയും പെർഫോമൻസ് എന്നുള്ള സിസ്റ്റം ഒന്നുമല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ 5 അടുപ്പിച്ചടിച്ച് കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ കുറേ നേരം കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ നല്ല എന്ത് ചെയ്യണമെന്ന് അറിയാം പെടുമെന്ന് വിചാരിച്ചിട്ട് പ്ലഗ് വരും. അത് കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അങ്ങനെ ഒക്കെയായിരുന്നു എൻ്റെ തുടക്കം. നമ്മൾ കാണുന്ന ഒരു ടേക്കിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടാവും, കുറേ ടേക്സ് പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ ആ ടേക്സൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ കിടന്ന് റൗണ്ട് അടിച്ചിട്ട് ആ ഷോട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ ഒന്ന് നോക്കും. അങ്ങനെ എഡിറ്റ് ചെയ്ത് പോയായിരുന്നു. ഒരു സിനിമയാവുന്നത് എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോഴാണ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള, മലയാളത്തിലും മറ്റു ഭാഷകളിലെയും ഒരുപാട് ആക്ഷൻ ഫൈറ്റ് സീക്വൻസുകൾ നമുക്ക് തന്നിട്ടുള്ള ദി ടാലന്റഡ് എഡിറ്റർ ചാർലി മുതൽ ഇപ്പോൾ ടർബോ വരെ എത്തി നിൽക്കുകയാണ്. CP ടോക്സിൽ എന്ന് കൂടെയുള്ളത് ഷമീർ മുഹമ്മദ്. ഷമീർക്ക, വെൽക്കം ടു CP ടോക്സ്. നമുക്ക് ടർബോയിൽ നിന്ന് തന്നെ തുടങ്ങാം. നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്, ഒരു കമ്പ്യൂട്ടർ ശരിക്കും യൂസ് ചെയ്യാൻ അറിയാത്ത ഒരു കോളേജ് വിദ്യാർത്ഥി. അവിടെ നിന്ന് ഇപ്പോൾ മലയാളത്തിലെ ഒരു ലീഡിങ് എഡിറ്ററാണ്. അപ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമ, ഈ സിനിമയിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതിലെ ആക്ഷൻ സീക്വൻസുകളും എടുത്തു പറയേണ്ടതായിട്ട് ചേസിങ് സീനുമാണ്. സോ ഇത്തരത്തിലുള്ളൊരു സിനിമയുടെ എഡിറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ടർബോ ആക്ഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങളത് ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സീക്വൻസും നമ്മൾ ഷൂട്ട് ചെയ്തു, എല്ലാത്തിൻ്റെ റെഫറൻസൊക്കെ എടുത്ത് വെച്ച്, ഇപ്പോൾ കാർ ചേസ് ആണെങ്കിലും മിനിയേച്ചറൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തു, അതിലത്തെ എല്ലാ മൂവ്മെൻറ്റ്സും. അപ്പോൾ അത് ആദ്യമേ എഡിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ വീണ്ടും അത് ഇമ്പ്രൂവൈസ് ചെയ്ത് പിന്നെ എല്ലാ ഫൈറ്റും ഫുൾ അത്രയും ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കം തൊട്ടുള്ള എല്ലാ പ്രോസസ്സിലും ഞാനും ഉണ്ടായിരുന്നു, വൈശാഖനും ഫൈറ്റ് മാസ്റ്റർ. ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് ഇത് മൊത്തം ഈ പ്രീ പ്രൊഡക്ഷനിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ എൻ്റെ മാസ്റ്റർ ആണെങ്കിൽ വേറൊരു പടവും ചെയ്യാണ്ട് ഒരു 10-100-120 ദിവസം ഈ പടത്തിന് വേണ്ടി വന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ ഫൈറ്റ് ഇത്രയും വൃത്തിയിൽ വന്നതെന്ന് തോന്നുന്നു. ഒരു എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു എന്നറിഞ്ഞിരുന്നു. എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് അല്ല, ഇതിൻ്റെ ഒരു പ്രീ വിഷ്വൽ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ നമുക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സാധനം ഇതാണ് കാണിച്ചു കൊടുക്കാനുള്ള ഇതുണ്ടായിരുന്നു. ആദ്യമേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആൾക്കാരെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം. മമ്മൂക്കയുടെ ഇതിന് മുൻപും സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതിലും മമ്മൂക്കയുടെ നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടുവന്ന സിനിമകളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പം ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുന്നുണ്ടായിരുന്നു ടർബോയുടെ. അപ്പൊ ഇതിൽ മമ്മൂക്കയുടെ ഈ ഒരു റോളും അത് എഡിറ്റ് ചെയ്തപ്പം ഷൂട്ടിംഗ് സമയത്ത് കണ്ടു, പിന്നീടുള്ള ഒരു എഡിറ്റിംഗ് ടൈം, ആ ഒരു പ്രോസസ്സിൽ തന്നെ എന്ത് ചേഞ്ച് ആയിരുന്നു തോന്നിയത്? അങ്ങനെ ഒന്നും തോന്നില്ല. നോർമലി അങ്ങനെ ചേഞ്ച് അവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു എഡിറ്റർ ആയതുകൊണ്ട് നമുക്ക് അവിടെ കാണുമ്പോൾ തന്നെ മനസ്സിൽ എഡിറ്റ് ചെയ്യും. ഇതിൻ്റെ ഈ ഭാഗം ഇത്ര വരെ ഇങ്ങനെയാണ് യൂസ് ചെയ്യുക, ഇങ്ങനെയാണ് അതിൻ്റെ ഇത് എന്നുള്ള രീതിയിൽ നോക്കുക. ഞാൻ പിന്നെ കൂടുതലും അധികം നോക്കില്ല അവിടെ ഷൂട്ട് എടുക്കുന്നത്. കാണുമ്പോൾ തന്നെ കുറച്ച് ടെൻഷനാവും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ടേക്കിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടാവും, കുറേ ടേക്സ് പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ ആ ടേക്സൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ കിടന്ന് റൗണ്ട് അടിച്ചിട്ട് ആ ഷോട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ ഒന്ന് നോക്കും. അങ്ങനെ എഡിറ്റ് ചെയ്ത് പോയായിരുന്നു. എഡിറ്റിംഗിൽ നല്ല ക്ഷമ വേണം. എഡിറ്റിംഗിൽ ക്ഷമയുണ്ട്. ബാക്കി ഒരു സ്ഥലത്ത് ഞാൻ എവിടെ ഇരിക്കില്ല എന്ന് പറയാം. എല്ലാവരും ഞാൻ പോയിക്കൊണ്ടേയിരിക്കും. എഡിറ്റ് ചെയ്യാൻ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കില്ല. ഞാൻ സിസ്റ്റം എടുത്ത് എവിടേക്കെങ്കിലൊക്കെ പോകും. ഈ ഒരു സിനിമ എത്ര നാള് എടുത്തിട്ടാണ് എഡിറ്റ് ചെയ്തത്? ഈ സിനിമ ടോട്ടലി അങ്ങനെ സമയം ഞാൻ നോക്കിയിട്ടില്ല. ഒരു പടത്തിൽ എനിക്കറിയില്ല എത്ര സമയം എടുത്തു എന്നുള്ളത്. കാരണം ഇത് ഷൂട്ട് എടുക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് തീർന്നിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഷൂട്ട് തീർന്ന് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഡബ് ചെയ്യാൻ കൊടുത്തു. പക്ഷേ അതിനൊക്കെ മുമ്പ് ഷൂട്ട് എടുക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് തീർന്നായിരുന്നു. ഫസ്റ്റ് കട്ട് എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു? ഫസ്റ്റ് കട്ട് ടർബോൻ്റെ
എനിക്ക് തോന്നുന്നത് 3 മണിക്കൂർ അടുപ്പിച്ച് 3-3.25 മണിക്കൂർ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഓരോ സിനിമകളുടെയും പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. സോ അതിൻ്റെ ഇപ്പം ഡയറക്ഷൻ സൈഡ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് സൈഡ്, ആക്ഷൻ, കൊറിയോഗ്രാഫി, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ പറഞ്ഞ സിനിമകൾ കടുവ, അജഗജാന്തരം അങ്ങനെയുള്ള സിനിമകളുടെയൊക്കെയും എഡിറ്റിംഗ് പ്രോസസ്സിൽ പ്രീ പ്രൊഡക്ഷനിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അതോ പോസ്റ്റിൽ മാത്രമായിരുന്നു? കടുവയിലൊന്നുമില്ല. അജഗജാന്തരം ടീനു എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ ടീനു ഞാനും ഡിസ്കസ് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും. ഫൈറ്റിൻ്റെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ ഇങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്നൊക്കെ പറയും, കുറച്ചും കൂടെ റിയൽ ആയിട്ടാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള പറയും. അല്ലാതെ ഈ ടർബോനിരുന്ന പോലെ അങ്ങനെ വേറെ പടത്തിന് ഇരുന്നിട്ടില്ല. ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ലൈക്ക് സിനിമ ത്രൂ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഫൈറ്റ് സീക്വൻസ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്, മലയാളം അല്ലാതെയുള്ള ലാംഗ്വേജസും. സോ ഇപ്പം റീസെന്റ് ആയിട്ട് ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള ഏതൊക്കെയാണ്? അങ്ങനെ റീസെന്റ് ആയിട്ട് ചെയ്ത സലാറും ദസറയാണ് ചെയ്തത്. അത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫൈറ്റ് മാസ്റ്റേഴ്സ് അൻപർ. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്തതാണ്. വേറെ അങ്ങനെ ഇപ്പം അധികം ഇങ്ങനെ പുറത്തത്തെ പടങ്ങൾ ഫൈറ്റ് ചെയ്യാറില്ല, ഞാൻ വരാറുമില്ല. പിന്നെ ഇത് അവരത്രയും ക്ലോസ് ആയതുകൊണ്ട് അവരെൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തതാണ്. പിന്നെ അത് നല്ല സമയമെടുക്കും, കാരണം ഇവിടുത്തെ ഒരു ഫൈറ്റിൻ്റെ പോലെയല്ല, ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അത് കണ്ട് എഡിറ്റ് ചെയ്ത് വരാൻ നല്ല സമയം എടുക്കും. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇതുമില്ല. ഈ ഷൂട്ടിന് സിനിമയിൽ പോയി കഴിയുമ്പോൾ തന്നെ ഷൂട്ടിന് ത്രൂ ഔട്ട് നിന്നിട്ടില്ല എന്ന് പറഞ്ഞു, എങ്കിലും ഒരു സീൻ എടുക്കാൻ അവരെത്ര എഫേർട്ടാണ് ഇട്ടത് എന്നൊക്കെ കണ്ടതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പം ആ ഒരു സിമ്പതിയൊക്കെ മനസ്സിൽ വരാറുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ സീൻ ഇവർ ഇത്ര എഫേർട്ട് ഇട്ട് ചെയ്തു. എൻ്റെ അടുത്ത് ആദ്യം ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കും എല്ലാവരുടെ അടുത്തും. സിമ്പതി ഒന്നും കാണിക്കാറില്ല, ഇതെന്തുകൊണ്ട് എങ്ങനെ ആയെന്നൊക്കെ ചോദിക്കും. സ്ക്രിപ്റ്റ് ഓൾറെഡി തരുമല്ലോ, സ്ക്രിപ്റ്റിൽ നിന്ന് ഇപ്പം കിട്ടുന്ന ഫൂട്ടേജിൽ ഡിഫറൻസ് വരികയാണെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് ഫസ്റ്റ് മാത്രമേ വായിക്കുള്ളൂ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ക്രിപ്റ്റ് നോക്കാറില്ല. ഞാൻ ആ ഫുട്ടേജിൽ നിന്ന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിന് എന്ത് നമ്മുടെ കഥയിലേക്ക് വേണ്ട എന്ത് ഇതുള്ളത്. ചിലപ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ളതിനൊക്കെ നല്ല ഓപ്ഷൻസ് ആ ഫുട്ടേജിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നോക്കാറുള്ളൂ. അല്ലാണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് വെച്ചിരിക്കാറില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കമ്പ്യൂട്ടർ ശരിക്കും യൂസ് ചെയ്യാൻ അറിയാതിരുന്ന ഒരു കോളേജ് ടൈം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ മലയാളത്തിലെ ലീഡിങ് എഡിറ്റർ എന്നുള്ളൊരു പൊസിഷനിൽ നിൽക്കുകയാണ്. സോ ആ ഒരു ജേണിയെ പറ്റി പറയാമോ? ആ ഒരു ജേണിയെ പറ്റി പറയാം. ഞാൻ എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഒന്നും പ്ലാൻഡായിട്ട് വന്നതല്ല ഒരു കാര്യം. ഇപ്പോൾ കമ്പ്യൂട്ടർ അറിയാത്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അനിമേഷൻ പഠിക്കുമ്പോൾ ഇപ്പോൾ അവൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ അവന് ഇതെല്ലാം അറിയുമായിരുന്നു. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ സിസ്റ്റം ഇത്രയും പെർഫോമൻസ് എന്നുള്ള സിസ്റ്റം ഒന്നുമല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ 5-6 അടുപ്പിച്ചടിച്ച് കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ കുറേ നേരം കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ നല്ല എന്ത് ചെയ്യണമെന്ന് അറിയാം, പെടുമെന്ന് വിചാരിച്ചിട്ട് പ്ലഗ് വരും. അത് കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അങ്ങനെ ഒക്കെയായിരുന്നു എൻ്റെ തുടക്കം. അത് കഴിഞ്ഞിട്ടാണ് എഡിറ്റിങ്ങിലേക്ക് വന്നത്. ഈ എഡിറ്റിങ് ഞാൻ ഇവിടെ ഒരു തമിഴ് എഡിറ്റർക്ക് ജസ്റ്റ് മലയാളം ട്രാൻസ്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ അയാളുടെ കൂടെ ചെന്നൈ പോയി അവിടെ കിഷോർ എന്നൊരു എഡിറ്ററുണ്ട്. പുള്ളിയുടെ കൂടെ ആടുകളും ഒക്കെ ഉള്ള സമയത്ത് അവിടെ ആളുടെ കൂടെ ഒരു 5-6 പടം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ വർക്ക് ചെയ്യായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും കിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ശനി ഞായറും മുടക്കായിരിക്കും. അപ്പോൾ ശനി ഞായറും ഞാൻ വെള്ളിയാഴ്ച രാത്രി ഒരു ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് ഒരു 2 കല്യാണം എഡിറ്റ് ചെയ്യും. എന്നിട്ട് ആ പൈസ ചെയ്ത് തിരിച്ചു പോയിട്ട് അടുത്ത ആഴ്ച അവിടെ വർക്ക് ചെയ്യും. അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ബ്യൂണീഷൻ അസോസിയേറ്റ് ആയിരുന്നു. പുള്ളി പറഞ്ഞിട്ട് ആദ്യമായിട്ട് തിരിച്ചു ഇവിടെ വന്നിട്ട് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയിൽ സ്പോട്ട് എഡിറ്ററായിട്ട് വരുന്നു. പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ സ്പോട്ട് എഡിറ്ററായിട്ട് കുറേ കാലം മൊയ്തീൻ വരെ അങ്ങനെ പോയി. മൊയ്തീനിൽ ജോമോനെ പരിചയപ്പെടുന്നു. ജോമോൻ ത്രൂ ചാർലിയിൽ വരുന്നു. പിന്നെ ചാർലി ഇങ്ങനെ പോയി അങ്ങനെ ഒരു പോയിന്റിൽ ഞങ്ങൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് തണ്ണീർമത്തൻ, കോൾഡ് കേസ്, അങ്ങനെ മെജോ വരെ ചെയ്തു. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു പടം ചെയ്തു, കഥ എന്ന് വരുന്നുണ്ട്, ബിജു മേനോനെ വെച്ചിട്ട്. ഇപ്പോൾ ടർബോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സിനിമ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ചില സീൻസ് കാണുമ്പോൾ തോന്നുന്നു ഇതായിരിക്കും ഈ സിനിമയുടെ മെയിൻ എലമെന്റ് എന്നൊക്കെ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ തോന്നി. അത് തിയേറ്ററിൽ അങ്ങനെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടോ? ഇപ്പൊ ടർബോയിൽ അങ്ങനെ തോന്നിയ ഒരു സീൻ ഏതായിരുന്നു? ടർബോയിൽ ചേസ് ഞങ്ങളെല്ലാവരും തുടക്കം തൊട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന, അതുപോലെ തന്നെ അമ്മച്ചിയുടെ കുറേ ഹ്യൂമർ സീൻസുകൾ തിയേറ്ററിൽ വർക്കായിട്ടുള്ളത്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും കാണുന്ന സമയത്ത് തന്നെ അവിടെ കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു. ഈ പ്രൊഡക്ഷനിലേക്ക് കടന്നപ്പോൾ തണ്ണീർമത്തനിലൂടെ ഒരു പ്രൊഡ്യൂസറായി. അപ്പം തണ്ണീർമത്തൻ എന്ന സിനിമ ഒരുപാട് ലൈക്ക് അവർ ആ പ്രായത്തിൽ ചെറുതായിരുന്നു.
ചെറിയ കുട്ടികളെ വെച്ചിട്ട് അങ്ങനെ ഒരു സിനിമ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ തന്നെ അതും തിയേറ്ററിൽ ഹിറ്റാകും എന്നുള്ളൊരു തോട്ടിൽ എഡിറ്റർ കം പ്രൊഡ്യൂസർ, അപ്പം ആ ഒരു തോട്ട് അപ്പം തന്നെ തോന്നിയിരുന്നു ഹിറ്റാവും തണ്ണീർമത്തൻ്റെ കഥ അത് ഞാൻ കേട്ടിട്ട് ഒരുപാട് ചിരിച്ചു അത് കേട്ടിട്ട്. അപ്പോൾ ഫസ്റ്റ് പറയുന്ന സമയത്ത് വിനീത് ശ്രീനിവാസൻ ഉണ്ടായിരുന്നില്ല, ഫുൾ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് ഇങ്ങനെ കമേഴ്ഷ്യലി നമുക്ക് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. ആരും ഒരാളെടുത്ത് പറഞ്ഞു മാക്സിമം ഒരു 60 ലക്ഷം രൂപ ചിലവാക്കാൻ പറ്റും. അങ്ങനെ അയാൾ വേണമെങ്കിൽ അത്രയും പൈസ തരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ പൈസയ്ക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, പടം ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻവെസ്റ്ററാണ്, ഞങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തത്. ഞങ്ങൾ പ്രൊജക്റ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് അങ്ങനെയായിരുന്നു. ആ പുള്ളിയാണ് അജിത്തേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്, പുള്ളിയാണ് നമ്മളടുത്ത് പറഞ്ഞത് വിനീത് ശ്രീനിവാസനും ഉണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ഇതാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ജോമോൻ വിനീതിനെ വിളിച്ച് ചോദിച്ചൊരു 8 ദിവസം 10 ദിവസം വരാൻ പറ്റും ചോദിച്ചപ്പോൾ വിനീത് കഥയൊന്നും കേട്ടില്ല, വരാം ജോമോൻ വിളിച്ചതിൻ്റെ പേരിൽ വരാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ഇൻവെസ്റ്റർ വരുന്നത് ആ പടത്തിന്. അങ്ങനെ ഞങ്ങൾ ചിരിച്ച പോലെയൊക്കെ തന്നെ ആൾക്കാരും പടം കണ്ട് തിയേറ്ററിൽ ചിരിച്ചു. അങ്ങനെ ഉണ്ടായി. ഇനി അജയൻ്റെ 2ാം മോഷണം സിനിമ ഇനി വരാനിരിക്കുകയാണ്, അതിപ്പം ഏത് സ്റ്റേജിലാണ് ഉള്ളത്? അതിൻ്റെ VFXും 3D കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 3D ആണ് ആ പടം. പിന്നെ ഒരുപാട് VFX വരുന്നുണ്ട്. ഒരു ഫാൻറ്റസി സബ്ജക്റ്റ്, അപ്പോൾ കുറേ കാലഘട്ടമുണ്ട്. രാജാക്കന്മാരുടെ കാലഘട്ടമുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു 3-4 സ്റ്റേജ് ഇതുണ്ട്. അപ്പോൾ അത്രയും എന്താ CG ഒരുപാട് സപ്പോർട്ട് വേണ്ട ഒരു പടം. അപ്പോൾ അതിൻ്റെ സമയം എടുക്കും, കുറച്ച് സമയം എടുക്കും അത് തീരാൻ വേണ്ടിയിട്ട്. അപ്പം ആഡ് ഫിലിംസിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? അല്ല, കല്യാണം പിന്നീട് ആഡ് ഫിലിംസ് ഒക്കെ ആൽബംസ്. പണ്ട് മറ്റേ ആൽബം കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ, കോഴിക്കോട് ഇഷ്ടംപോലെ ആൽബം ഒക്കെ വരാറില്ലേ, അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ആൽബം ചെയ്തിട്ടുണ്ട്, കല്യാണങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലുണ്ട്. അപ്പം അവിടെ നിന്ന് സിനിമയിലോട്ട് വന്നപ്പം ലൈക്ക് ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഈ വെഡ്ഡിങ് വർക്ക് ആയാലും ആൽബംസ് ആയാലും അതിൽ നിന്ന് സിനിമയിലോട്ട് വരുമ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റിൽ വലിയൊരു ടീം വർക്ക് തന്നെയാണ്. സോ ആ ലൈക്ക് എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു വലിയ ഡിഫറൻസ്, ഒന്ന് ടൈമുണ്ട്, അതല്ലാതെ തോന്നിയ ഒരു വലിയ ഡിഫറൻസ് തോന്നില്ല. കാരണം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു. ഞാൻ ചാർലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കല്യാണം ചെയ്തിട്ടുണ്ട്, കാരണം എൻ്റെ ഫാമിലി കൂടി ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു കൊല്ലം ചാർലി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ വേണം. അപ്പോൾ ആ സമയത്തും കല്യാണങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇഷ്ടപ്പെടാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല, കാരണം പറഞ്ഞ പോലെ നല്ല ക്ഷമ വേണം. ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കറക്ഷൻസ് വരും. ആ സമയത്ത് അത് ചെയ്യാൻ നല്ല ക്ഷമ വേണം. സോ അത് എനിക്ക് എല്ലാവരെ പോലെ തോന്നാറ്. ഇതുവരെ ചെയ്തതിൽ ഫൈറ്റ് സീക്വൻസ് ചെയ്തതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരെണ്ണം? അങ്ങനെ ചലഞ്ചിങ് ആയിട്ട് തോന്നാറില്ല. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആക്ച്വലി ചെയ്തിട്ടാണോ അറിയില്ല, എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അറിയില്ല, പെട്ടെന്ന് ചെയ്ത് തീരും. ഇപ്പൊ സിനിമയിൽ ഏറ്റവും പാട്, എഡിറ്റിംഗിൽ ഏറ്റവും പാട് ചെയ്യാനായിട്ട് ആക്ഷൻ സീക്വൻസ് ആണ് എന്ന് ഒരുപാട് പേരും പറയാറുണ്ട്. ഈവൻ എഡിറ്റേഴ്സ് ഒരുപാട് പേരും പറയാറുണ്ട്. ഇപ്പം ഇന്റർനാഷണൽ മൂവീസ് ആയിക്കോട്ടെ, നമ്മുടെ മലയാളം മൂവിയിൽ തന്നെ ഈവൻ ഒരു ഷോർട്ട് ഫിലിം ആയപ്പോലും ഇതിൻ്റെ ആക്ഷൻ സീക്വൻസിൻ്റെ തന്നെ ടൈം ലൈനൊക്കെ എല്ലാവരും ഇടുന്നതൊക്കെ കാണാറുണ്ട്. സോ ഷമീർക്കയ്ക്ക് ഒരു ആക്ഷൻ സീക്വൻസ് അത്ര പാടില്ല എന്ന് പറഞ്ഞു. അത് മാറ്റി നിർത്തിയാൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു ഏരിയ ഏതാണ്? ഇല്ല, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്ക്രിപ്റ്റ് നോക്കാറില്ല. അതുപോലെ തന്നെ ഞാൻ ഓർഡറിൽ എഡിറ്റ് ചെയ്ത് പോകില്ല. ഇപ്പോൾ ഒരു 100 സീൻ ഉണ്ടെങ്കിൽ ഞാൻ ഓരോ സീനും സെപ്പറേറ്റ് എഡിറ്റ് ചെയ്യും. അപ്പോൾ അത് ആദ്യം ഒരു 80 സീൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 1ാമത്തെ സീൻ എഡിറ്റ് ചെയ്യും, അവിടെ നിന്ന് ഇവിടുന്ന് എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റീലാകും. അപ്പോൾ ഇതൊരു 6 പാർട്ടാകും, ചിലപ്പോൾ 6 അല്ലെങ്കിൽ 8 പാർട്ടാകും. എന്നിട്ട് ആ റീല് വീണ്ടും എഡിറ്റ് ചെയ്യും അതിലത്തെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ആക്കുന്നത്. ആ പ്രോസസ്സാണ് എനിക്ക് കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ട് തോന്നാറുള്ളത്. മറ്റേ നമ്മൾ ആ ഇതിങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്ത് ഇപ്പോൾ എന്താ വെച്ചാൽ ടോട്ടലി ഒരു പടം ഒറ്റയടിക്ക് എഡിറ്റ് ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ കണ്ട് പോകുന്നതൊക്കെ എനിക്കും പല സ്ഥലത്തു നിന്ന് കണ്ടിട്ട് പിന്നീട് ഞാൻ ഒരുമിച്ച് പടം കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ജഡ്ജ്മെൻറ്റ് കിട്ടും എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആ രീതി ഫോളോ ചെയ്യാറ്. ഈ ലാസ്റ്റത്തെ ഫിലിം നമ്മൾ ടോട്ടലി നമ്മൾ ഒരു സിനിമയുടെ ഒരു പേസിങ്ങും അതിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ ചിലപ്പോൾ സ്ക്രിപ്റ്റിൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വർക്കാവാതെ വരാം. ഒരു പടം ഇടയ്ക്ക് എടുത്ത് പറയാൻ അറിയില്ല. സോ അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാവാം.